Question number 18. Yes, a wire of length 10 centimeter and radius so and so meter connected across the right gap of a meter bridge. റൈറ്റ് ലെഫ്റ്റ് എന്നല്ലേ നമ്മൾ പിന്നെ ബാലൻസിങ് ലെങ്ത് മെഷർ ചെയ്യല്. ഓക്കെ, അപ്പോൾ മീറ്റർ ബ്രിഡ്ജാണ്, ലെങ്ത് 1 meter ആണ്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. വെൻ എ റെസിസ്റ്റൻസ് ഓഫ് 4.5 ohm ഈസ് കണക്റ്റഡ് ഓൺ ദ ലെഫ്റ്റ് ഗ്യാപ്പ് യൂസിങ് റെസിസ്റ്റൻസ് ബോക്സ്, ബാലൻസിങ് ലെങ്ത് ഈസ് ഫൗണ്ട് ടു ബി 60 centimeter. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഇതാ ഈ രൂപത്തിലാണത്. ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ നമുക്ക് ഇതാ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ബാലൻസിങ് ലെങ്ത്ത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ ആ കട്ടിങ് മാത്രം കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഗാൽവനോമീറ്റർ ഉണ്ട്, ഗാൽവനോമീറ്റർ. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോൾ ബാലൻസ് ചെയ്ത് അപ്പോൾ ലെഫ്റ്റിലുള്ളത് റൈറ്റിലുള്ളത് ഇവിടെ 4.5, ദെൻ ബാലൻസിങ് ലെങ്ത്ത് ഉള്ളത് 60 centimeterലാണ്. ആ സമയത്ത് ബാലൻസിങ് ലെങ്ത് ഈസ് ഫൗണ്ട് ടു ബി യെസ്. ഓക്കെ, അപ്പോൾ ഇത് 60 centimeter, അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് 40 centimeter. ഓക്കെ, ഓർമ്മയില്ലേ മീറ്റർ ബ്രിഡ്ജ്? ഞാൻ ബാക്കി ഭാഗം ഒന്നും ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, 4.5 ohm അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്കൊരു R വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് വിച്ച് സ്റ്റോൺ ബ്രിഡ്ജിന് ഓർമ്മ വരണം? ഓർമ്മ വരുന്നില്ലേ? ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ്. ഓക്കെ, ഓർ R by 4.5 equal to 40 divided by 60 കൊടുക്കാം നമുക്ക്. ദ ബാലൻസ്ഡ് കണ്ടീഷനിൽ R divided by 4.5 that is equal to 40 divided by 60 that is equal to 2 by 3 എന്ന് കിട്ടി. R is equal to 9 by 3 that is equal to 3 ohm എന്ന് നമുക്ക് R കിട്ടി. ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അപ്പോൾ R കിട്ടിക്കഴിഞ്ഞാൽ ഇനി റെസിസ്റ്റിവിറ്റി കാണാം. റെസിസ്റ്റിവിറ്റി R is equal, റോ is equal to RA divided by L that is equal to R എത്ര? 3 into ഏരിയ എത്ര? പൈ ആർ സ്ക്വയർ. പൈ ആർ അതിൽ ആറിൻ്റെ വാല്യൂ നോക്കൂ നിങ്ങൾ, √7 into 10⁻⁴ ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പൈക്ക് പോയിട്ട് 3.14 ഒന്നും കൊടുത്തു പോകരുത്. പകരം എന്ത് ചെയ്യണം? 22 divided by 7. പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ √7ൻ്റെ സ്ക്വയർ 7 into 10⁻⁻8 എന്നായി. അപ്പോൾ അതിൽ പൈ ആർ സ്ക്വയർ റെഡി. പൈ ആർ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ്? 10 centimeter. 10 into 10⁻². കട്ട് ചെയ്തോ നോക്കൂ. 7 കട്ട്, ക്ലിയർ അല്ലേ? 7 കട്ട്, ബാക്കി അതിലൊന്നുമില്ലല്ലോ. ഓക്കെ, ഫിനിഷ്ഡ്. ദാറ്റ് ഈസ് സി ദിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 66 into 10⁻⁻8 മുകളിലുണ്ട്, താഴെ 10⁻⁻1 ഉണ്ട്. അപ്പോൾ അത് മുകളിലെത്തുമ്പോൾ +1 ആയി. ദെർഫോർ വാട്ട് യു വിൽ ഗെറ്റ്? 66 into 10⁻⁻7 ohm meter എന്ന ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ? 10⁻⁻7 ഓൾറെഡി ഇവിടെ ഉണ്ട്. ദെർഫോർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 66 ഈസ് ദ ഫൈനൽ ആൻസർ.